തലസ്ഥാന നഗരത്തെ ജനസാഗരമാക്കുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ത്രീകൾ അണിനിരക്കുന്ന ചടങ്ങായിട്ടാണ് പലരും ആറ്റുകാൽ പൊങ്കാലയെ കാണുന്നത്. ഇത്തവണയും ലക്ഷക്കണക്കിന് ആളുകൾ പൊങ്കാലയ്ക്ക് എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ പൊങ്കാല ദിവസം മലയാളികളുടെ പ്രധാന ശീലം ചൂണ്ടിക്കാണിക്കുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പങ്കുവച്ച സർക്കാസം പോസ്റ്റ് പ്രേക്ഷകരിൽ ചിരി പടർത്തുന്നുണ്ട്. ചിപ്പി ദിനാശംസകൾ എന്ന തലക്കെട്ടോടെയാണ് ശ്രീജിത്ത് തന്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. ഒരു ശരാശരി മലയാളിയുടെ കേരളീയം എങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് മലയാളികൾക്കിടയിലെ ചില ശീലങ്ങളെക്കുറിച്ച് ശ്രീജിത്ത് എഴുതി. പെരുന്നാൾ വന്നു എന്നറിയാൻ മമ്മൂട്ടി നിസ്കരിക്കുന്നതിന്റെ വീഡിയോയും ഫോട്ടോയും കൈരളി ടിവിയിൽ കാണണമെന്നതാണ് ശ്രീജിത്തിന്റെ ആദ്യത്തെ പോയിന്റ്. കാലവർഷവും വെള്ളപ്പൊക്കവും വന്നെന്നറിയാൻ മല്ലിക സുകുമാരനെ അവരുടെ വീട്ടിൽ നിന്ന് കലത്തിലോ ബോട്ടിലോ കൊണ്ടുപോകുന്ന ചിത്രങ്ങൾ മലയാളികൾക്ക് വേണമെന്നും ശ്രീജിത്ത് പറയുന്നുണ്ട്. ഏത് വിശേഷ ദിവസമായാലും അതിന് പൂർണ്ണത ലഭിക്കണമെങ്കിൽ അന്നേ ദിവസം കൈരളി ടിവിയിൽ വല്യേട്ടൻ എന്ന സിനിമ വേണമെന്നും പോസ്റ്റിലുണ്ട്. പൊങ്കാലയാണെങ്കിൽ പട്ടിൽ പൊതിഞ്ഞ ചിപ്പി അടുപ്പ് കത്തിക്കണമെന്നും ശ്രീജിത്ത് കൂട്ടിച്ചേർത്തു. പെരുന്നാളിന് തലയിൽ തൊപ്പി വെച്ച മമ്മൂട്ടിയും പൊങ്കാലയ്ക്ക് അടുപ്പ് കത്തിക്കുന്ന ചിപ്പിയും ആഘോഷ ദിവസങ്ങളിൽ കൈരളിയിൽ വല്യേട്ടനും മലയാളികൾക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. അതേസമയം വർഷങ്ങളായിട്ടുള്ള പതിവ് ഇത്തവണയും ചാനലുകാർ തെറ്റിച്ചിട്ടില്ല. പൊങ്കാലയിടുന്ന ചിപ്പിയെ പ്രേക്ഷകർക്ക് കാണിക്കാൻ വേണ്ടി പ്രത്യേകം തന്നെ ക്യാമറാമാനെയെല്ലാം പലരും അറേഞ്ച് ചെയ്തിരുന്നു. ചിപ്പിയെ കാണാൻ തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശിയെന്നുമുള്ള വാർത്തകളുമുണ്ട്. സിനിമ സീരിയൽ രംഗത്ത് തൻ്റെതായ സ്ഥാനം സ്വന്തമാക്കിയിട്ടുള്ള നടിയാണ് ചിപ്പി. ചെറുതും വലുതുമായിട്ടുള്ള നിരവധി വേഷങ്ങൾ മലയാളത്തിൽ അവതരിപ്പിച്ച താരം തമിഴിലും തെലുങ്കിലും കന്നഡയിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. മികച്ച നടിക്കുള്ള കർണാടക സർക്കാരിന്റെ പുരസ്കാരം സ്വന്തമാക്കിയ ചിപ്പി ഇപ്പോൾ അഭിനയ രംഗത്ത് അത്ര സജീവമല്ല. നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്താണ് ചിപ്പിയുടെ പങ്കാളി. നിർമ്മാണ രംഗത്താണ് ഇപ്പോൾ ചിപ്പി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് സ്ത്രീജനങ്ങളാണ് പൊങ്കാലയിടാനായി തലസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിരുന്നത്. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും പൊങ്കാലയിടാൻ നടി ചിപ്പിയും എത്തിയിരുന്നു. പൊങ്കാലയിടാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ചിപ്പിക്കും ഉണ്ടായിരുന്നില്ല. ഇത്രയും വർഷം ഇടാമെന്ന് വെച്ചിട്ടല്ലല്ലോ ഇടുന്നത് എന്നായിരുന്നു ചിപ്പിയുടെ മറുപടി. ഒരുപാട് പ്രാർത്ഥനകളോടെ എല്ലാ വർഷവും ഇടണമെന്ന ആഗ്രഹമാണുള്ളത്. അതുകൊണ്ടൊരു കണക്ക് ഇതുവരെയും നോക്കിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോഴാണ് ഇത്രയും വർഷം ആയല്ലോ എന്ന തോന്നൽ വരുന്നതെന്നും ചിപ്പി പറഞ്ഞു. എല്ലാം നന്നായിട്ട് പോകണമെന്നാണ് പ്രാർത്ഥനയെന്നും വലിയ സന്തോഷത്തിലാണെന്നും ചിപ്പി കൂട്ടിച്ചേർത്തു. എത്രാമത്തെ പൊങ്കാലയാണെന്ന് ചോദിച്ചാൽ തനിക്ക് അറിയില്ല എന്ന് തന്നെയായിരുന്നു ചിപ്പി കഴിഞ്ഞ വർഷവും പറഞ്ഞത്. 20 വർഷത്തിന് മുകളിൽ ഉണ്ടാകും. ഒരുപാട് വർഷമായില്ലേ. എല്ലാ വർഷവും തുടർച്ചയായി പൊങ്കാല ഇടുന്നുണ്ട്. ചെറുപ്പം മുതലേ ഇടുന്നതാണ്. ഇടയ്ക്ക് വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി പറയാൻ. ചിപ്പി പൊങ്കാല ഇടുന്നത് കാണുന്നതിനായി നിരവധി ചാനലുകാർ അവിടെ ഒത്തുകൂടിയ സമയത്ത് ചുറ്റുമുള്ള ആളുകളുടെ എല്ലാം കലങ്ങളെല്ലാം ചവിട്ടി പൊട്ടിച്ചു എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് പരാതികളും മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ ചിപ്പിയോട് പരാതി പറഞ്ഞ സമയത്ത് ചിപ്പിയും അതോടൊപ്പം തന്നെ ദയവായി മാറി നിൽക്കൂ, ഞങ്ങളെ ഒന്നും ഉപദ്രവിക്കരുത്, ഇവരൊക്കെ വഴിപാട് കഴിക്കാൻ വന്നവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ ശ്രമിച്ചു. പിന്നീട് പോലീസ് വന്നിട്ട് എല്ലാവരെയും നിയന്ത്രിക്കുകയായിരുന്നു.